നമസ്കാരം ഗൈസ്, നമ്മൾ മുമ്പ് ഒരു കുടുംബ വഴക്കിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നതിൻ്റെ പൂർണ്ണമായ വീഡിയോ ഇടുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാവും നമുക്ക് മാത്രമല്ല മൃഗങ്ങൾക്കിടയിലും നല്ല ഒന്നാം തരം കുടുംബ വഴക്കുണ്ടെന്ന്. നമ്മളെ ആണുങ്ങളെക്കാട്ടിലും പെണ്ണുങ്ങളെക്കാട്ടിലും വലിയ തേപ്പുകാരും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ നല്ല ഒന്നാം തരം കള്ളനായ ഒരു പൂച്ചയാണ്. അവൻ്റെ അവസാനത്തെ നോട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവമേ ഇങ്ങനെയൊക്കെ പൂച്ചകൾ നോക്കാറുണ്ടോ എന്നൊക്കെ. രാവിലെ തുടങ്ങിയ വഴക്കാണ് ഇവർ തമ്മിൽ രാവിലെ വീടിൻ്റെ അടുത്തൊക്കെ നല്ല വഴക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അന്നേരം അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഇവർ വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ച കഴിഞ്ഞപ്പോഴും വഴക്ക്, വൈകുന്നേരവും വഴക്ക്. വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ ഈ മതിലിൻ്റെ മുകളിൽ കയറിയിരുന്ന് രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ഭയങ്കര ചീത്തവിളി. തള്ളയ്ക്ക് വിളിക്കുവാണോ തന്തയ്ക്ക് വിളിക്കുവാണോ എന്നറിയില്ല, എന്നാലും ഭയങ്കര ചീത്തവിളി. അന്നേരമാണ് ഞാനിന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തപ്പം ഇവളിങ്ങനെ വിളിക്കുന്ന നിങ്ങൾ കാണാമല്ലോ. കണ്ടില്ല, അവൾ നല്ലപോലെ കരയുന്നുണ്ട്. ഇവളാണ് ഭയങ്കര ടെററായിട്ട് നിൽക്കുന്നത്. അവൻ ശാന്തനാണ്. കള്ളന്മാരിപ്പോൾ ശാന്തനായിരിക്കുമല്ലോ. അതുകൊണ്ടോ അവനവിടെ ഇറങ്ങി ഇരുന്നിട്ട് ഭൂമി പോലും അവൻ അറിയാത്ത രീതി നടക്കുന്നുണ്ടോ. അവൻ നടന്ന് രക്ഷപ്പെടാൻ നോക്കുക. ഇവൻ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഇവൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറകെ വരും. ഇവൻ പോകുന്ന നോക്ക് കള്ളനാണ്. ഇനി ഇവൻ്റെ നോട്ടം നമ്മൾ നോക്കണം. നോട്ടം നോക്കുമ്പോൾ കറക്റ്റ് നമുക്കറിയാൻ പറ്റും ഇവൻ്റെ ആ ഒരു കള്ളത്തരം. അവൻ്റെ നടത്തം കാണണം. ഭൂമി പോലും അറിയത്തില്ല കേട്ടോ. ഞാൻ ക്യാമറയും കൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പം അവൻ തിരിഞ്ഞു നോക്കും. എന്തിനാടാ എൻ്റെ പുറകെ വന്ന് എന്നെ ഉപദ്രവിക്കുന്നത്, ഞാൻ രക്ഷപ്പെട്ടോട്ടെ എന്ന രീതിയിൽ. ആ രീതിയിൽ അവൻ്റെ ഒരു നോട്ടമുണ്ട്. നോക്കണേ, ഞാൻ ഒന്നും പറഞ്ഞു, നിങ്ങൾ അവൻ്റെ ആ നോട്ടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൻ എത്രത്തോളം പഠിച്ച കള്ളനാണ്. നടക്കുന്നുണ്ടോ ഒരു കാര്യമില്ലെങ്കിൽ നടക്കേണ്ടത്. അവന് നടന്ന് സിമ്പിളായിട്ട് നടന്നു പോകുന്ന സ്ഥലമാണ്. പക്ഷേ അവൻ്റെ നടത്തം അങ്ങനെയാണ്, പെയ്യനെ. ഇനി അവൻ്റെ നോട്ടമുണ്ട്. ഇപ്പം നോക്കണം, എൻ്റെ നോട്ടമുണ്ട്. നോക്കണേ, കണ്ടോ കള്ളൻ്റെ നോട്ടം കണ്ടോ. എന്നെ നോക്കുന്നുണ്ടോ? അതുമില്ല. എന്നാൽ നോക്കുന്നില്ലേ? അതുമുണ്ട്. ഇനി കുറേ നോട്ടങ്ങളുണ്ടോ അവൻ്റെ. കണ്ടോ, ഇതേപോലൊരു പഠിച്ച കള്ളിപ്പൂച്ച എന്ന് പറഞ്ഞാൽ ഇവനാണ് കള്ളിപ്പൂച്ച. ഇവനെ പക്ഷേ പണി കൊടുക്കുള്ളൂ കേട്ടോ. അവൾ അവസാനം കാണണം നിങ്ങൾ, നല്ല പണി അവനിട്ട് കൊടുക്കുള്ളൂ. ഇവളിപ്പം പ്രസവിച്ചിട്ട് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളന്നേ. ഇനി അതിൻ്റെ വൈരാഗ്യമാണോ അതോ ഇനി ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതിൻ്റെ ആണോ എന്താണെന്നറിയില്ല. എന്തായാലും ഇവന് പണി കൊടുക്കുന്നുണ്ട് അവൾ. രാവിലെ തുടങ്ങി ബഹളമാണ്. അവൻ്റെ നോട്ടം കണ്ടോ ഒന്നും അറിയാത്ത പോലെ. ആ കരിനീല കണ്ണിൻ്റെ പാട്ടൊക്കെ ഇട്ടങ്ങോട്ട് കൊടുത്താണെങ്കിൽ ഇപ്പം ഡഗാന്ന് വിജയം ഇട്ടങ്ങോട്ട് കൊടുത്താൽ എന്നാൽ ഹിറ്റായിരിക്കും. എന്ന് വ്യൂവേഴ്സിൻ്റെ ബഹളമായിരിക്കും. എന്ത് തന്നെ ആയാലും ശരി, ഇവനിട്ട് ഒരു കള്ളൻ്റെ ലക്ഷണം എന്തെങ്കിലും തോന്നുന്നില്ലേ? അവൻ്റെ നോട്ടം കണ്ടില്ല. അവളെയാണ് നോക്കുന്നത്. അവളിങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവൻ്റെ നോട്ടം. അവളെയാണ് ഇവൻ്റെ പരിപൂർണ്ണ ശ്രദ്ധിച്ചാൽ മതി. അവിടെ കരച്ചിലാണ് അവൻ്റെ ചെവി കൂർപ്പിച്ച് വന്നോ. അവളിരിക്കുന്ന ഭാഗത്തേക്കാണ്. അവൾക്ക് മനസ്സിലായി ഇവൻ മുങ്ങുവന്ന്. ഇവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നൈസായിട്ട് നടന്നു വരും. എന്നിട്ട് ഇവൾ ചിന്തിക്കും, നീ എവിടെ പോകാനാടാ, എവിടെ പോയാലും ഇവിടെ തന്നെ ഈ കെട്ടുമൂട്ടിൽ തന്നെ വരാനുള്ളതല്ലേ നീ എന്ന ചിന്തയാന്ന് തോന്നുന്നു. അവളങ്ങ് മടങ്ങിയിരിക്കും. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് അവൻ അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങ് പോകും. പിന്നെ വൈകുന്നേരം രാത്രിയിലാണ് പുറകെ കടിയും പിടിയും കേട്ടിച്ച് നോക്കുമ്പോൾ ഇവനെ എടുത്തിട്ട് അലക്കും അവൾ. പെട്ടെന്ന് ഞാൻ മൊബൈലൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ പിടിക്കാൻ വന്നപ്പോഴത്തേക്കിന് ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇവനും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പം നോക്കണം. ഇപ്പം അവൻ നോക്കും എന്നെ. അവൻ കണ്ടു. പിന്നെ അവൻ സൈലൻ്റാണ്. അവന് ഒരക്ഷരം പിന്നെ മിണ്ടത്തില്ല. അത്രയും നേരം ഗമഗമാന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടു എന്നെ കണ്ടവൻ പിന്നെ നിഷ്കുവായി. ഇവൻ ഇവളെ തേച്ചാന്നോ അതോ ഇവൻ്റെ തേപ്പിന് ഇവൾ നിൽക്കത്തില്ലെന്ന് പറയണോ എന്താണെന്നറിയില്ല ഗൈസേ. പക്ഷേ ഇത് ഒന്നാം തരം തേപ്പും തിരിച്ച് മറുപണിയാണ്. നമ്മളീ മാത്രമല്ല കേട്ടോ, നമ്മളെക്കാട്ടി വലിയ ഉടായിപ്പായി ഇവരൊക്കെ. നമ്മൾക്ക്